പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നത് സ്വർഗസ്നായ പിതാവേക്കകത്ത് ചേർത്തിരിക്കുന്നതിന്റെ കാരണം നമ്മൾ കണ്ടല്ലോ. സ്വർഗ ദൈവത്തിന്റെ മാലാഖമാർ ചെയ്യുന്നത് അത് നമുക്കൊരു ഭാരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ അവസ്ഥ എവിടെയാ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ഉപദേശത്തെ ഒരു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു തിരുവചന വിചിന്തന പരമ്പര നമ്മൾ നടത്തുകയാണല്ലോ. അതിൻ്റെ 42ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ യാചന, 7 യാചനകൾ ഒന്നാമത്തേത് അങ്ങയുടെ നാമം പൂജിതമാകണമേ. ആ യാചനയെക്കുറിച്ചുള്ള വിചിന്തനം നമ്മൾ ഈ ഒരു സെഷനോട് പൂർത്തിയാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നവരെല്ലാം അവിടുത്തെ സ്നേഹിക്കുന്നവരാകും, സ്തുതിക്കുന്നവരാകും. നമുക്കൊരു നന്മ അറിയുമ്പം ഒരു ഡോക്ടറുടെ നന്മ അനുഭവിക്കുന്ന രോഗി അതുവഴി കിട്ടിയ സഭയ്ക്കും എല്ലാം ഓർത്തുകൊണ്ട് ഡോക്ടറെ പറ്റി കേൾക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം സന്തോഷത്തോടെ പറയുന്നത് സൂചിപ്പിച്ചല്ലോ. ദൈവത്തെ ഏറ്റവും അധികമായിട്ട് അടുത്ത് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചു മാലാഖമാരാണ്. അവർ നിരന്തരം ചെയ്യുന്ന ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നു. എത്രയോ രീതിയിലാണ്. പഴയ നിയമത്തില് ഏശയ്യായുടെ പുസ്തകത്തിൽ 6ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ ഏശയെ കൊണ്ടുവന്ന സ്വർഗീയ ദർശന ദേവാലയത്തിലായിരിക്കുമ്പം സ്രാഫുകൾ ഇങ്ങനെ ദൈവത്തിന്റെ സിംഹാസനം ചുറ്റുന്നുണ്ട്, നിരന്തരം ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുകയാണ് പരിശുദ്ധൻ 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 എന്നുള്ള വായിക്കുകയാണ്. അവിടെ ശബ്ദഘോഷത്താൽ ദേവാലയത്തിന്റെ പൂമുഖത്തിന്റെ അടിത്തറ കുലുങ്ങി എന്ന് പറഞ്ഞിരിക്കുക. ദേവാലയം മുഴുവൻ ധൂപപൂരിതമായി അടിത്തറ കുലുങ്ങിയിട്ട് കെട്ടിടത്തിന് പൊടി പറക്കുന്നതാണ് ധൂപം. അതുപോലെ ശക്തമായ രീതിയിൽ സ്തുതിക്കുകയാണ്. അറിഞ്ഞ് ഞടുങ്ങുന്ന പോലെ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ അറിയുന്നവര്. അപ്പൊ അങ്ങയുടെ നാമം പൂജിതമാകണമേ നമ്മൾ പറയുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മൾ കണ്ടു. ആ സ്തുതിപ്പ് നമ്മുടെ ഒരു അനുഭവം ആകുന്നത് ദൈവത്തെ അറിയുമ്പോഴാണ്. സ്വർഗസ്വനായ പിതാവിനെ അറിയുന്ന മോനും മോളുപാടെ എന്തുമാത്രം മാറുന്നു, അതനുസരിച്ച് അവിടുത്തെ നാമം പൂജിതമാകണമേ എന്ന് നമുക്ക് പറയാനായിട്ട് വരും. വെളിപാട് പുസ്തകത്തിൽ സ്വർഗദർശനം യോഹന്നാൻ ഉണ്ടാകുമ്പോൾ 4ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ വചനത്തില് സറാഫുകൾ ഇങ്ങനെ നിരന്തരാപകൾ ഇടപെടാതെ ദൈവത്തെ ഉദ്ഘോഷിച്ച് സ്തുതിക്കുകയാണ് പരിശുദ്ധൻ 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 എന്നൊരു വായിക്കുകയാണ്. അപ്പോൾ മലാഖമാർക്ക് നിരന്തരം വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ സീറോ മലബാർ കുർബാനയില് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന അതിന്റെ ആഘോഷമായ ക്രമത്തില് റാസകുർബാനിന്റെ ആഘോഷ ക്രമത്തിൽ 3 പ്രാവശ്യം ചൊല്ലുന്ന ഒരു രീതിയുണ്ട്, നമുക്കറിയാമല്ലോ. ആരംഭത്തിൽ സ്വർഗസ്വനായ പിതാവേ ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുന്നു. കുർബാന സ്വീകരണത്തിന് മുമ്പ് സ്വർഗസ്വനായ പിതാവേ ചൊല്ലുന്നു. അവസാനിപ്പിക്കുമ്പോഴും സമാപന ആശീർവാദത്തിന് മുമ്പായിട്ട് വീണ്ടും സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. അതിനകത്ത് നമുക്കറിയാം ആരംഭത്തിലും അവസാനത്തിലും ചൊല്ലുന്നത് ആഘോഷമായ രീതിയിലാണ്. എന്ന് വെച്ചാല് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങനെ ആവർത്തിച്ച് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഘോഷമായ രീതിയിൽ. അതിന് വീണ്ടും അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മലാഖമാരും മനുഷ്യരും അങ്ങേ പരിശുദ്ധൻ 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 പാടി സ്തുതിക്കുന്നു. അങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പുട്ട് പുഴുങ്ങുമ്പോൾ പുട്ടിന്റെ മാവ് നനച്ച മാവ് വെച്ച് കഴിയുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ചിലരുടെ തേങ്ങ ഇടയ്ക്ക് വെക്കുമെന്ന് പറഞ്ഞ പോലെ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്കിടയിലല്ല ഈ പരിശുദ്ധൻ 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 ഇങ്ങനെ കോർത്തിണക്കിയിട്ടാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്. 4 പ്രാവശ്യം അങ്ങനെ പരിശുദ്ധൻ 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 12 പ്രാവശ്യം ചൊല്ലുന്നു. അതിനിടയ്ക്ക് വീണ്ടും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആരംഭത്തിൽ ആഘോഷമായ സ്വർഗസ്വനായ പിതാവേ സീറോ മലബാർ ക്രമത്തിൽ ചൊല്ലുന്നത്. അത് അവസാനത്തിൽ വീണ്ടും അവർ ചൊല്ലുകയാണ്. ചിലപ്പോഴൊക്കെ ഇത് ധൃതി പിടിച്ച് കുർബാന ചെല്ലുമ്പം ഈ ആരംഭത്തിലൊന്ന് പിന്നെ അവസാനത്തിലൊന്ന് എന്താ ഇത്, അത് തന്നെ ഇങ്ങനെ ഒരു വലിച്ച് നീട്ടി അങ്ങനെ ഒരു ഭാരം ചിലപ്പം തോന്നാം. അങ്ങനെ ഭാരം നമുക്ക് അനുഭവപ്പെടുമ്പോൾ യഥാർത്ഥത്തില് സമയത്തിന്റെ വല്ലാത്ത പരിമിതി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാത്തപ്പോഴും നമുക്കങ്ങനെ ചൊല്ലാൻ പറ്റുന്നില്ല, ഭാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമുക്ക് ദൈവത്തിന്റെ ഈ നന്മ അത് പൂജിതമായിരിക്കുന്ന ഒരവസ്ഥ ആന്തരികമായിട്ട് സ്വന്തം ആയിട്ടില്ലായിരിക്കും. ജോൺ മിൽട്ടൺ എന്നുള്ള ആംഗലേയ കവിയുടെ പർദീസ നഷ്ടം, പാരഡൈസ് ലോസ്റ്റ്
അങ്ങനെയുള്ള വലിയ കവിതകൾ നമുക്കറിയാമല്ലോ. അതിനകത്ത് ഒരു രംഗത്ത് ഇങ്ങനെ നരകത്തിലായിരിക്കുന്ന പിശാചുക്കള് ഒരുമിച്ച് കൂടിയിട്ട് എന്താ ചെയ്യേണ്ടത്, സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു, അങ്ങനെ നരകത്തിലായി, അങ്ങനെ നാളുകളായി, ഇനി എന്നാ ചെയ്യേണ്ടത്, ദൈവത്തിനെതിരെ പോയി നടക്കുകയല്ല, എന്താ ഒരു പോംവഴി, മുന്നോട്ട് എങ്ങനെ നീങ്ങണം, ഒരു സ്ട്രാറ്റജി എന്താ, അങ്ങനെ ആലോചിക്കുന്ന രംഗം കവി അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ചില പിശാചുക്കൾ പറയും നമുക്ക് ദൈവത്തെ നേരിട്ട് ചെന്ന് ആക്രമിച്ച് ദൈവത്തെ കീഴ്പ്പെടുത്തണം. അപ്പൊ മറ്റു ചില പിശാചുക്കൾ പറയും വെറുതെയാണ്, ദൈവം സർവശക്തരും മാലാഖമാരവര് നമുക്ക് വെറുതെ ജയിക്കാൻ പറ്റുകയല്ല, അവിടെ അത് നോക്കണ്ട. അപ്പൊ മറ്റൊരു അഭിപ്രായം പറയും നമുക്കത് ഒളിപ്പോര് നടത്തിയാണോ, എങ്ങനെയെങ്കിലും അത് വിജയിക്കുന്ന രീതിയിൽ കാണുന്നില്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഫോളൻ ഏഞ്ചിലോ ഒരു പിശാച് പറയും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചെന്ന് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും തിരിച്ച് കയറാം, നമുക്ക് പഴയ സ്വർഗത്തിലായിരിക്കും, അത് മതി, സ്വന്തമായിട്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം തേടി പോയിട്ട് നമുക്ക് ഭയങ്കര അടിമത്തം ഒരു സുഖമില്ലല്ലോ, നമുക്ക് തിരിച്ചങ്ങ് പോയച്ച് മാപ്പ് ചോദിച്ചിട്ട് കയറാം. ഏതെങ്കിലും ആശയം വരുമ്പം ഉടനെ മറ്റു പിശാചുക്കളെല്ലാം കൂടെ പറയുകയാണ് വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ ചെന്നാൽ ദൈവം സ്വീകരിച്ചു കഴിഞ്ഞാലോ മുഴുവൻ സമയം ഇങ്ങനെ പരിശുദ്ധൻ 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 പാടിക്കൊണ്ട് അവിടെ ഇരിക്കട്ടെ. എന്തൊരു ബോറ കണ്ടോ. അപ്പൊ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നത് സ്വർഗസ്നായ പിതാവയ്ക്കകത്ത് ചേർത്തിരിക്കുന്നതിന്റെ കാരണം നമ്മൾ കണ്ടല്ലോ, സ്വർഗ ദൈവത്തിന്റെ മാലാഖമാരത് ചെയ്യുന്നത്. അത് നമുക്കൊരു ഭാരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ അവസ്ഥ എവിടെയാ? ഈ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അങ്ങയുടെ നാം പൂജിതമാകണമേ എന്നുള്ള ആദ്യത്തെ യാചന നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല. ആ ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. കർത്താവ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവിൻ, രുചിച്ച് അറിയുവിൻ, ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവിടെ ഒന്നെങ്കിൽ നമ്മൾ സ്പീഡ് ചൊല്ലിയൊക്കെ വിട്ടേക്കുന്നു, അല്ല നമ്മളത് ബോറടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് സിറോ മലബാർ കുർബാനയിൽ ആരംഭത്തിന് അവസരം നടക്കും മാത്രമല്ല, 3 വർഷം കുർബാനക്രമം മുഴുവൻ സ്തുതിപ്പാ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരിക്കൽ ഞാനൊന്ന് എണ്ണി നോക്കി, സിറോ മലബാർ കുർബാന എൻ്റെ അക്സാപ്രസത്തിന്റെ നമ്പർ ഇട്ടിയാണ് നോക്കി. സ്നേഹമുള്ളവരെ, ഒരു ഒറ്റ കുർബാന ചൊല്ലാനായിട്ട് 40 മിനിറ്റ് ധാരാളം മതി, ആവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി ചൊല്ലിയാൽ പോലും. അങ്ങനെ ചൊല്ലുന്ന ഒരു ഒറ്റ കുർബാനയിൽ 40 മിനിറ്റ് കൊണ്ട് പൂർത്തിയാകുമ്പോൾ എത്ര പ്രാവശ്യമാണ് ദൈവത്തിന് സ്തുതി പറയുന്നത് അറിയാമോ? നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടോ? എത്രയായിരിക്കും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ എണ്ണി നോക്കിയാൽ അവരോട് 90 പ്രാവശ്യം. ഓരോ മിനിറ്റും 2 പ്രാവശ്യമാണ് ദൈവത്തിന് സ്തുതി പറയുന്നത്. അങ്ങനെ സ്തുതിക്കുന്ന പല അവസരങ്ങളും ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് സ്തുതി പറയുകയല്ല. പരിശുദ്ധൻ 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 ക്ലസ്റ്ററായിട്ടാണ് സ്വർഗത്തിലെ മാലാഖമാർ സ്തുതിക്കുന്നത്. അങ്ങനെയാണല്ലോ. വെളിപാടിന്റെ പുസ്തകത്തില് 4-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തില് മാലാഖമാർ സ്തുതികൾ ഇങ്ങനെ വായിക്കുന്നു. അവർ ഉദ്ഘോഷിക്കുകയാണ്, ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് നോക്കിക്ക് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തില് 10-11 തിരുവചനങ്ങളില് വെള്ളി അങ്കി അണിഞ്ഞ് കുരുത്തോലെ കല വഹിച്ചുകൊണ്ട് നിൽക്കുന്ന വലിയ ജനക്കൂട്ടം സ്വർഗത്തിലെ വിശ്വത്തിൽ അവര് നിരന്തരം ചെയ്യുന്ന സ്തുതിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ വായിക്കുകയാണ്, അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്ന് വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ, നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 7 കാര്യങ്ങൾ എന്നെ പറയുക. 7 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യ. 7 കാര്യങ്ങളും പറഞ്ഞിട്ട് തീരുന്നില്ല, ഒരു പൂർണ്ണസംഖ്യ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതേ രീതിയിലാണ് ഇപ്പൊ സിറോ മലബാർ കുർബാനയില് എന്തുകൊണ്ടെന്നാൽ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ബഹുമാനവും ആരാധനയും കടപ്പെട്ടവരാ. അങ്ങനെ ക്ലസ്റ്റർ കൊലയായുള്ള സ്തുതിപ്പുകളാണ് നമ്മൾ മുന്തിരി കൊലയായിട്ട് കാഴ്ച കിടക്കുന്ന പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഈ കുർബാനക്രമം മുഴുവനും കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ കുർബാനത്തോട് സ്തുതിപ്പ് നിൽക്കുന്നത്? ഞാൻ കോവിഡ് കാലത്ത് നടത്തിയ ഒരു യൂട്യൂബിലൂടെ നടത്തിയ ഒരു വചന പ്രഘോഷണ പരമ്പരയുണ്ട്, ദൈവശക്തി വ്യാപരിക്കുന്നു. അത് കൂടുതൽ കുറച്ചിലുണ്ടാവും. അതിൻ്റെ 420 സെഷൻ ഉള്ളത്. അതിൻ്റെ 1-ാമത്തെ സെഷൻ ഞാൻ ആരംഭിച്ചപ്പോൾ അന്നൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വന്നത്, ഒരു വീട്ടില് സന്ധ്യാസമയത്ത് ഒരു അപ്പൻ വരാന്തയിരിക്കുന്നു, മോളിങ്ങനെ മുറ്റത്ത് കളിച്ചിറക്കുന്ന ഒരു 3 വയസ്സ് 2 വയസ്സുകാർക്ക് വെച്ച്. അപ്പനൊന്ന് അകത്തോട്ട് കയറി തിരിച്ചറിക്കുന്ന മോളെ കണ്ടില്ല. പുറവശം നിർത്തുന്ന അങ്ങ് വെയിറ്റ് ചെയ്തു. പിന്നെ അമ്മയെ വിളിച്ച്, ഭാര്യ വിളിച്ചു, കൊച്ചവിടെ ഉണ്ടോ? ഇല്ല. എവിടെ പോയി? അവിടെ ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അന്വേഷിച്ച് മുറിക്കകത്ത് കയറി നോക്കി, മുറ്റത്ത് നോക്കി, സന്ധ്യയായി, ഇരുട്ടായി, പേടിയായി, പറമ്പിലൊക്കെ നോക്കി, വഴിയിറങ്ങി നോക്കി, വെളിച്ചമായിട്ട് തപ്പുന്ന കണ്ട അയൽക്കാർ വന്നു. അവർ തപ്പാൻ കൂടി, ഉച്ചനെ കാണുന്നില്ല. രാത്രി മുഴുവൻ തപ്പി പോലീസിനെ അറിയിച്ചു. അവർ തപ്പാൻ കൂടി, കാണുന്നില്ല. എവിടെ പോയി? ഒരു വിവരവും ഇല്ല. നാട് മുഴുവൻ ഉച്ചനെ അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. നേരം വെളുത്തു, പിറ്റേ ദിവസം കിട്ടിയില്ല. 2 ദിവസം 3 ദിവസം, ഒരാഴ്ച 2 ആഴ്ച, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി, ഒരു വിവരമില്ല.
കൊച്ചു നഷ്ടപ്പെട്ട അപ്പൻ വിഷമിച്ചിരിക്കുകയാണ്. വർഷങ്ങളിൽ 8-10 വർഷം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഈ ഗ്രാമം ഒരു വനത്തിനടുത്ത് വിചാരിക്കുക, ആ കാട്ടിൽ വിറകോട്ടാൻ പോയ ആൾക്കാർ കാഴ്ച കൊണ്ട് കുറേ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യ കൊച്ച് 4 കാലം ചാടി ഓടുന്നു. ഈ നാട്ടിൽ അറിഞ്ഞപ്പോൾ ഈ അപ്പൻ ഓടുന്നത് എൻ്റെ കൊച്ചുകാരാണോ ഇനി ഒരു ആഗ്രഹമായി. അപ്പോൾ ഈ അപ്പൻ്റെ മൂത്ത മോനുണ്ട്, അവൻ പറഞ്ഞു, അപ്പാ ഞാനൊരു കാര്യം, ഞാൻ കാട്ടിൽ ചെന്നിട്ടൊന്ന് അപ്പം. അങ്ങനെ അവന് കാട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഇങ്ങനെ പമ്മി നടന്ന് ചെന്നായി കൊടുത്ത് കണ്ടുപിടിച്ചു. ഈ കൊച്ചിനെ കണ്ടത് അനിയത്തിയെന്ന് മനസ്സിലായി. എങ്ങനെ അനിയത്തി തിരിച്ചു കൊണ്ടുവരണം? അവന് പുറകെ നടന്ന് അവിടെ ഇവിടെ വെച്ച് കൈ കാണിച്ച് ചിരിച്ച് കാണിച്ച് സമ്മാനം കൊടുത്ത് ഒരു തരത്തിൽ ആ കൊച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കൊച്ചിനെ ഇപ്പോൾ ചെന്നാക്കളേക്ക് ആക്രമിക്കാൻ വരുന്നു. ചെന്നാക്കളെ കീഴ്പ്പെടുത്തിയിട്ട് ഒത്തിരി മുറിവേറ്റ അവസ്ഥ കൊച്ചിനെ കൊണ്ട് അവൻ രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിലെത്തി. നാട്ടിൽ വന്നു കഴിയുമ്പോൾ കൊച്ചു കിടന്നുകൊണ്ട് ബഹളം പോയി. അത് 4 കാലം ചെന്നായുടെ കൂട്ടാണ് മാന്തുന്നു, കാറുന്നു, ആക്രമിക്കുന്നു, ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനൊന്നും അറിയത്തില്ല. ഉടനെ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അതിനെ കൊണ്ട് ആശുപത്രിയിലാക്കി. ഡോക്ടർമാർ നേഴ്സുമെല്ലാം കൂടി ഇങ്ങനെ പരിചരിക്കുകയാണ്. കൊച്ചിനെ ഇങ്ങനെ ഒന്ന് ശാന്തമാക്കി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അതിനെ ഒരു മനുഷ്യ കൊച്ചിനെ പോലെ ആകാൻ. അതിനാരും അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. അപ്പോൾ അതിന് ഈ ആങ്ങളെയാണ് ചേട്ടനാണ് ഒന്നും അറിയത്തില്ല. അപ്പനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നു, അപ്പാന്ന് ഫോട്ടോ കാണിക്കുന്നു, അപ്പാന്ന് വിളിക്കാൻ പറ്റും. അതിന് പയ്യപ്പടിയായിട്ട് പരിശീലിപ്പിച്ചെടുക്കുകയാണ്. ഇത് ഞാനിങ്ങനെ കഥ പറഞ്ഞത് 33-ന്റെ 8-ാം വാക്യമാണ്. ദൈവമായ കർത്താവ് വന്ന് വൈകുന്നേരം വന്നപ്പം ആദോവെ ഓടി ഒളിച്ചു. അതായത് നഷ്ടപ്പെടുന്ന മക്കളാണ്. വിളിച്ചിട്ടും വരുന്നില്ല, അങ്ങനെ കാട്ടിൽ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞ പോലെ. അത് സാത്താൻ തട്ടിക്കൊണ്ട് പോയതാണ്. സാത്താന്റെ മക്കളായിട്ട് മാറിയ മനുഷ്യ മക്കളെ തിരിച്ച് അപ്പന്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടി അപ്പന്റെ മൂത്ത മകൻ ആദ്യം ഭൂമിയിലേക്ക് വന്നു ഈശോ. എന്നിട്ട് മനുഷ്യ മക്കളോട് വന്നിട്ട് മയത്തിലും നയത്തിലും എല്ലാം പറഞ്ഞ് അപ്പായെ പേടിക്കേണ്ട, അപ്പയുടെ മക്കലേക്ക് വന്നേ, അപ്പ നമ്മുടെ അപ്പ സ്നേഹം മാത്രമാണ് പറഞ്ഞ് ഒരു തരത്തിൽ ചെന്നായ്ക്കളെ പിശാചിക്കളെ പിടിച്ച് നമ്മളെ രക്ഷിച്ചെടുത്തിട്ട് കുരിശിൽ ബലിയായി. എന്നെ അവിടെ രക്ഷിക്കാൻ വേണ്ടി ജീവനം ബലി ഒരുക്കുന്ന ഇടയൻ അങ്ങനെ ബലിയായി മനുഷ്യ മക്കളെ വീണ്ടെടുത്തു. കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കൊച്ചിന് നേരെ വീട്ടിൽ കൊണ്ട് കയറാൻ പറ്റുന്നില്ല. കാരണം എന്താ, അത് ഇങ്ങനെ ഇരിക്കുക, കാട്ടുമൃഗത്തിന്റെ കൂട്ടം ഇരിക്കുന്നത്. പിശാചിന്റെ കയ്യിൽപ്പെട്ട മനുഷ്യവർക്കും വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ പിശാചിന്റെ സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പിശാച് സ്വഭാവത്തിൽപ്പെട്ട മനുഷ്യ മക്കളെ ദൈവ സ്വഭാവത്തിലുള്ള പിതാവിന് ചെയ്ത മക്കളാക്കി തീർക്കാൻ ഒരു ആശുപത്രിയിലാക്കി. അതാണ് സഭ. സഭ നിരന്തരം മനുഷ്യ മക്കളെ എന്താ ചെയ്യുന്നത്? ദേവീയനത്തെ പിതാവിന് ചെയ്ത മക്കളാക്കി തീർക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കുർബാന. അപ്പൊ കുർബാനയ്ക്ക് പള്ളിയിൽ ഒന്ന് അറിയുമ്പം സഭാമാതാവ് മനുഷ്യ മക്കളെല്ലാം ചേർത്ത് പിടിച്ചിട്ട് ആശുപത്രി ഡോക്ടർ നേഴ്സുമാരിലെ കൊച്ചിനെ വന്നിങ്ങനെ അപ്പനെ പറഞ്ഞു കൊടുക്കുന്നു, അപ്പന് ഫോട്ടോ കാണിക്കുന്നു, സമ്മാനം കൊടുക്കുന്നു, അപ്പാ എന്ന് വിളിക്കാൻ പരിശീലിപ്പിക്കുന്നു. ഇതുപോലെ നമ്മളെ കൊണ്ട് ഇങ്ങനെ അപ്പാ എന്ന് വിളിക്കാൻ പരിശീലിപ്പിക്കുക. അതുകൊണ്ട് കുർബാനയുടെ ആരംഭത്തിലും ഇടയ്ക്കും അവസാനം എല്ലാം നമ്മുടെ പഴയ പിതാക്കന്മാർ സീറമലോ കുർബാന അങ്ങനെ 3 പ്രാവശ്യം പരിശുദ്ധൻ ആഘോഷമായിട്ട് പറഞ്ഞ് അപ്പാന്ന് വിളിച്ചേ. പിന്നെ കുർബാനക്കടെ മുഴുവനും സ്തുതിപ്പ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ സ്തുതിപ്പിന്റെ മക്കളാക്കുമ്പോഴാണ് നമ്മൾ അപ്പായെ അറിയുന്ന മക്കളായിട്ട് മാറുന്നത്. അപ്പം നമ്മുടെ ജീവിതം മുഴുവൻ പോയി വെച്ചൊരു സ്തുതിപ്പാകണം. ഈ കാര്യങ്ങളെല്ലാം സ്നേഹമുള്ളവരെ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള ഒറ്റ യാതന കൂടി ചേർന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ അപ്പായെ കുറിച്ച് ഓർക്കുമ്പം, അപ്പായെ വിളിക്കുമ്പം അപ്പായുടെ നന്മയെല്ലാം അറിഞ്ഞ് പൂജിതമായി ആദരവും ആരാധനയും കൊണ്ട് നിറയുന്ന അവസ്ഥയിൽ ഞാൻ അങ്ങനെ ജ്വലിച്ച് വരുന്ന അവസ്ഥ വരുമ്പം അതിന് കൂടുതലേക്ക് വരുമ്പോഴേ സ്വർഗത്തിന് ചേർന്ന മോനായിട്ട് മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പൂജിതമായ നാമം. കർത്താവേ, ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.